Hi friends, this is Creations by Thahi എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബുട്ടിക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന്റെ പാറ്റേൺ ഞാൻ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ സ്കാലപ്പ് ബോർഡർ പോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു റൗണ്ട് ഒബ്ജക്റ്റ് എടുക്കുക, അവിടെ നമുക്ക് ഹാഫ് സർക്കിൾ പോലെ ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ സ്കാലപ്പിന്റെ ഈ മിഡിൽ പോർഷനിലായിട്ട് എഡ്ജ് വരുന്ന പോർഷനിലായിട്ട് നമുക്ക് ലീഫാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ലീഫ് പാറ്റേൺ ചെയ്യുക. മിഡിലായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ചെടുക്കുക പാറ്റേൺ ആണ് കേട്ടോ. നല്ലൊരു ബുട്ടിക് ഡിസൈൻ ആണ്, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടെയാണ്. പിന്നെ യോക്ക് ഏരിയയിൽ വരുമ്പോൾ നമ്മൾ കട്ട് ബീഡ് വെച്ച് സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഇവിടെ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കണ്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തും ആണ് കേട്ടോ നമ്മൾ നെക്കിന് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ സ്കാലപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലീഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്, മിഡിലായിട്ട് ഈ ഒരു പോർഷനും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഞാൻ എന്ത് പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നതെന്ന്. ഇതാണ് കേട്ടോ, അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. അപ്പോൾ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് കണ്ടല്ലോ, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ഗോൾഡൻ നോർമൽ ഗോൾഡൻ റൗണ്ട് ബീഡ്സും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ സ്കാലപ്പായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡറിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലീഫ് ചെയ്യുക, മിഡിലായിട്ട് ഈ ഒരു പോർഷനിൽ വർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കർവ് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഈ ലീഫ് നമ്മൾ 3 വീട് വീതമാണ് ലീഫ് ചെയ്തിരിക്കുന്നത്. ആദ്യം 3 ലീഫ് ചെയ്തിട്ടുണ്ട്, പിന്നെ 4 പ്രാവശ്യമാണ് കേട്ടോ 2 ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ലീഫ് ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ മിഡിലായിട്ട് 2 കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും ഒരു ട്രയാങ്കിൾ ഷേപ്പിനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫുള്ള് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കർവ് കൊടുത്തിട്ടുണ്ട്, താഴത്തേക്ക് ഇതുപോലെ ലീഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിഡിലായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിന് കട്ട് ബീഡും ഗോൾഡൻ ബീഡും വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഒരു കാര്യം പറഞ്ഞാൽ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് ഏരിയയിൽ ഇതുപോലെ കട്ട് ബീഡ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 2 സ്ലീവിലും ഇതുപോലെ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നെക്കിൽ കൊടുത്തത് സെയിം വർക്ക് തന്നെയാണ് 2 സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ഇതുപോലെ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബുട്ടിക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.